കൊല്ലം കടക്കലിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വീട് നിർമ്മിച്ചു നൽകിയ 3 കുട്ടികൾക്കാണ്, ആരോരുമില്ലാത്ത 3 കുട്ടികൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. അതിൻ്റെ പാലുകാച്ചലിന് വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാവരും എത്തിയിരുന്നു. ഏറ്റവും മനോഹരമായ ഒരു മൊമെൻ്റ് ആയിരുന്നു അത് എന്നുള്ളതാണ്. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കാണാം. നിറഞ്ഞ മനസ്സ്, നിറപുഞ്ചിരി, സന്തോഷം. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല ടീച്ചറും ചെറുമകൻ ഇഷാൻ വിജയും കൊല്ലം കടക്കൽ കോട്ടപ്പുറത്തെ 3 അംഗ കുടുംബത്തിനൊപ്പം ആര്യാമൃതത്തിലെ അടുക്കളയിൽ പാല് കാച്ചി. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ മനുഷ്യസ്നേഹികൾ ഒപ്പമുണ്ടെന്ന് അജിതയോടും മക്കളോടും പറയാതെ പറഞ്ഞു. ധൈര്യം പകർന്നു. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല ടീച്ചർ കേക്ക് മുറിച്ച് മധുരം വിതരണം ചെയ്തു. വീടിന്റെ മുറ്റത്ത് മുഖ്യമന്ത്രിയുടെ ചെറുമകൻ ഇഷാൻ വിജയ് തെങ്ങിൻ തൈ നട്ടു. അജിതയും മക്കൾ അമൃതയും ആര്യയും തങ്ങളെ ചേർത്തു പിടിക്കുന്ന മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഭൂമി നൽകിയ പള്ളിയമ്പലം ജയചന്ദ്രനും നന്ദി അറിയിച്ചു. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വീട് കിട്ടിയതിന് നല്ല സന്തോഷമുണ്ട്. ഇത് കണക്കൊരു സന്തോഷം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ് നമുക്ക് ഇപ്പം എല്ലാവരും കൂടി തന്നത്. ഒരുപാട് സന്തോഷം. ഇതിനുവേണ്ടി കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. കൂടെ നിന്ന് സഹകരിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. എൻ്റെ സ്കൂളിലെ PTA അധ്യാപകര്, ജയചന്ദ്രൻ സാറ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഭൂമി വില കുറച്ച് ചോദിച്ചു. പക്ഷെ താൻ ആ സന്മനസ്സിനും പാവപ്പെട്ട കുടുംബത്തെയും ഓർത്ത് ഭൂമി ദാനം ചെയ്യുകയായിരുന്നുവെന്ന് പള്ളിയമ്പലം ജയചന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അവരൊക്കെ എന്തെങ്കിലും വില കുറച്ച് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരെന്നെ കോൺടാക്ട് ചെയ്തത്. പക്ഷേ ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവർക്കൊരു സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്താൽ എന്തെന്ന് തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം ഒരു 8.25 സെൻറ്റ് പുരയിടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർ ചോദിച്ചു അത് മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. തകർന്ന ഷെഡിൽ കഴിഞ്ഞ കുടുംബത്തിന്റെ കഷ്ടപ്പാടറിഞ്ഞപ്പോൾ സഹായിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അനിൽ പറഞ്ഞു. അവർക്ക് യഥാർത്ഥത്തിൽ ഇതിന് അർഹതയുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഈ കുട്ടിയെ വരുന്ന കാണുമ്പോൾ, വീട്ടിൽ കാണുമ്പോൾ അന്ന് സ്കൂളിൽ പോകാൻ പറ്റാതെ ആ കുട്ടി അവിടെ നിൽക്കുകയായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു എന്തായാലും ഇത് ചെയ്തു കൊടുക്കാം. DGP ഷെയ്ഖ് ദർബേഷ് സാഹിബ്, ADGPമാരായ മനോജ് എബ്രഹാം, വിജയൻ, ശ്രീജിത്ത്, IG അജിത ബീഗം, CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ, K വരദരാജൻ, S രാജേന്ദ്രൻ തുടങ്ങിയവരും ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തു. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ. അത് 2000 അതായത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയത് അതിപ്പോഴും തുടരുകയാണ്. ഇനി നിയമപരമായി അങ്ങനെ എന്തെങ്കിലും സാധ്യമല്ലെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യത്വമുള്ള മുഖങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൂടെയുള്ള സ്റ്റാഫുകളും സഹപ്രവർത്തകരും, മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകരെന്ന് പറയാം, അവരുടെ നേതൃത്വത്തിലാണ് ഈ വീട് വെച്ചത്. ഇനി ഇവർ ഈ വീട്ടിൽ സന്തോഷമായി ജീവിക്കും. കടക്കൽ കോട്ടപ്പുറത്ത് നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.